ഹലോ, ആലിപ്പഴം ഹോം മെയ്ഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അതിനു മുമ്പായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലോട്ട് നമുക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. പിന്നെ അതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിനി ഇതിലോട്ട് ആദ്യം തന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇത്രയും ചേർത്തതിന് ശേഷം ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1.5 ഗ്ലാസ് ഇളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല തിളച്ച വെള്ളം ചേർക്കരുത്, ഇളം ചൂടേ പാടുള്ളൂ. അങ്ങനെ 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതേ അളവിൽ 1.5 ഗ്ലാസ് ഇളം ചൂടുപാൽ ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തത് കൊണ്ടാണ് ഈ ഇളം ചൂടുപാലും ഇളം ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാം മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മൈദക്ക് പകരമായിട്ട് നമുക്ക് ഗോതമ്പ് പൊടിയിലും ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു വിസ്കൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഇത് നല്ല പരുവത്തിൽ ലൂസായിട്ട് കിട്ടും. ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്. ഇനി നമുക്ക് ഇതൊരു അരമണിക്കൂർ മാറ്റി വെക്കണം. അരമണിക്കൂറിന് ശേഷമാണ് നമുക്ക് ഇനി ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനുണ്ട്. ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കേബേജ് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 250 കേബേജ് ഇതേപോലെ ചെറുതായി അരിഞ്ഞതിന് ശേഷം നന്നായി കഴുകിയെടുക്കുക. ഇതൊരു ബൗളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കുറച്ച് ചൂടുവെള്ളമാണ് ഞാനിതിലോട്ട് ഒഴിച്ചു കൊടുത്തത്. ഇനി ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. കേബേജ് നന്നായിട്ട് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ മൈദയൊക്കെ കലക്കി വെച്ചിട്ട് ഒരു അരമണിക്കൂറായി. ഇനി നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസ് കിഴങ്ങാണിത്, അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലോട്ട് നേരത്തെ വെള്ളത്തിൽ നമ്മൾ കുതിർത്ത് വെച്ച കേബേജാണ്. ആ കേബേജ് വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഇതൊരു 2 ക്യാരറ്റാണ്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതേപോലെ വിസ്കന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിതിന് നേരത്തെ വെള്ളവും പാലൊക്കെ പാകമായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേപോലെ ഒരു കട്ടി പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്, അധികം ലൂസാവണ്ട. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ചേർത്ത് ഉപ്പൊക്കെ നന്നായി പാകമാണോ നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പിന്നെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ പാകമാണ്, ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ചെറിയ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഇതേപോലെ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിന് വേണ്ടി ഞാനൊരു പാത്രത്തിൽ അളവെടുത്തിട്ടാണ് മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ കടികളും ഒരേ വലിപ്പമായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് മുഴുവൻ എല്ലാ കടികളും വേവിച്ചെടുക്കാൻ. ഹൈ ഫ്ലെയിമിലായാൽ കരിഞ്ഞു പോകും. അതിന് ശേഷം ഇതിൽ കുറച്ച് ഓയിൽ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ അടിവശം ഒന്ന് ഇതേപോലെ ഒന്ന് വെന്ത് വരുന്നതെന്ന് കണ്ടാൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. അപ്പോൾ നമ്മളിതിൽ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. എരിവിന് വേണമെങ്കിൽ 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് ചേർക്കാം, അല്ലെങ്കിൽ പച്ചമുളക് അല്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഏറ്റവും നല്ലത് ഇങ്ങനെ മുളകൊന്നും ഇടാതെ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് തിരിച്ചു മറിച്ചിട്ടിട്ട് ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതൊക്കെ വേവൊക്കെ പാകമായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിതിന് മാറ്റി കൊടുക്കാം. ബാക്കി എല്ലാ കടികളും ഇതേപോലെ ഒന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇത് 3 നേരവും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഏറ്റവും നല്ലതാണ്. പിന്നെ സ്കൂളിലൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതേപോലെ കുറച്ച് കട്ടിയിലാണ്. കനം കുറച്ച് ഉണ്ടാക്കിയെടുത്താൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതേപോലെ കുറച്ച് കട്ടിയിൽ വേണം നമ്മളിത് ചുട്ടെടുക്കാൻ. അങ്ങനെ നമ്മളെ ബാക്കി എല്ലാ കടികളും ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ എല്ലാ കടികളും നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാവ് കൊണ്ട് നമുക്ക് ഇതേപോലത്തെ ഒരു 6 എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഒരു വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതേപോലെ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്